മാളിലൊക്കെ നിങ്ങളിപ്പോൾ കാണുന്നതാണ്. വെറുതെ വന്നിട്ട് ആൾക്കാരെ ഒരു പ്രകോപനവും ഇല്ലാതെ വെറുതെ വന്ന് ഇടിച്ച് കളിക്കുന്നത്. ഇതിന് റാൻഡം പഞ്ചിങ് എന്ന് പറയും. താഴെ കൊടുക്കുന്ന അതേ മാതൃകയിൽ റിപ്പോർട്ട് ചെയ്താൽ അഡ്മിൻസ് അതിനനുസരിച്ചുള്ള ആക്ഷൻ എടുക്കുന്നതാണ്. യാതൊരുവിധ RP സിറ്റുവേഷനോ ഒരുവിധ പ്രകോപനവുമില്ലാതെ വെറുതെ ഗണ്ണെടുത്ത് കണ്ണി കാണുന്നവരെയെല്ലാം വെറുതെ വെടിവെച്ച് കളിക്കുന്നതിനെയാണ് റാൻഡം ഫയർ എന്ന് പറയുന്നത്. ഇതിന് നിങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന മാതൃകയിൽ റിപ്പോർട്ട് ചെയ്താൽ അഡ്മിൻസ് അതിനനുസരിച്ചുള്ള നടപടി എടുക്കുന്നതാണ്. നമ്മുടെ സിറ്റിയിൽ ഗ്രീൻ സോണുകളുണ്ട്. പോലീസ് സ്റ്റേഷൻ, ഹോസ്പിറ്റൽ, VIP ലോഞ്ച്, മാള്, അതുപോലെ തന്നെ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിലൊന്നും ഗണ്ണെടുക്കാനോ അത് ഉപയോഗിക്കാനോ പാടില്ല. അതൊരു ഫെയിൽ RP ആണ്. അഡ്മിൻസ് അതിനനുസരിച്ചുള്ള ശിക്ഷകൾ നിങ്ങൾക്ക് തരുന്നതാണ്. അതുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല. നിങ്ങൾ സ്വന്തം വണ്ടികൾ മാത്രം ഉപയോഗിക്കുക. അല്ലാതെ ആരെങ്കിലും ഒരാൾ വണ്ടി നിർത്തിയിട്ടിരിക്കുമ്പോൾ ഇതുപോലെ ചെന്ന് വെറുതെ വണ്ടി അയാളുടെ കയ്യിൽ നിന്ന് അടിച്ചുകൊണ്ട് വരരുത്. അയാൾ വണ്ടിയുടെ പുറത്താണെന്ന് കരുതി വണ്ടി എടുത്ത് ഓടിച്ചു പോകുന്നത് കാർ ജാക്കിംഗ് എന്ന് പറയുന്ന ഒരു ഫെയിൽ RP ആണ്. അതൊരിക്കലും ചെയ്യരുത്. നിങ്ങളുടെ സ്വന്തം വണ്ടി മാത്രം ഉപയോഗിക്കുക. താഴെ കൊടുക്കുന്ന അതേ ഫോർമാറ്റിൽ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. മറ്റൊരാളുടെ വണ്ടി അയാളുടെ അനുവാദമില്ലാതെ അയാളെ വണ്ടിയിൽ നിന്ന് അടിച്ചു പുറത്തിട്ട് വണ്ടി എടുത്തുകൊണ്ട് പോകുന്നത് വലിയൊരു ഫെയിൽ RP ആണ്. അതിനെ നിഞ്ച ജാക്കിംഗ് എന്ന് പറയും. നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ചെയ്താൽ താഴെ കാണുന്ന അതേ ഫോർമാറ്റിൽ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്ത് അഡ്മിനോട് പരാതിപ്പെടാവുന്നതാണ്. പ്രൊവോക്കിംഗ് പോലീസ് എന്ന് പറയുന്നത് ഒരു വലിയൊരു ഫെയിൽ RP ആണ്. വെറുതെ കിടക്കുന്ന പോലീസിനെ പോയി ചൊറിയരുത്. വെറുതെ അവരുടെ വണ്ടിയിൽ പോയി കാറ് കൊണ്ടിടിക്കുക, അവരസഭ്യം പറയുക, അങ്ങനെയൊക്കെ ചെയ്തിട്ട് അവരോട് ചെയ്സിന് വാ, എന്നെ വന്ന് പിടിക്കട എന്ന് പറയുന്നതൊക്കെ പ്രൊവോക്കിംഗ് പോലീസ് എന്ന് പറയുന്ന ഫോർമാറ്റിൽ വരും. വെറുതെ പോയി പോലീസിനോട് ചൊറിയരുത്. അവിടെ കൺമുന്നിൽ വെച്ച് വെറുതെ ഗണ്ണെടുക്കരുത്. അവരോട് തട്ടിക്കയറരുത്. വെറുതെ പോയി അവരെ ഇടിച്ച് അവരെ പ്രകോപിതരാക്കുന്നത് വലിയൊരു ഫെയിൽ RP ആയി കണക്കാക്കും. അതിന് അഡ്മിൻസ് നിങ്ങൾക്കെതിരായിട്ട് തക്കതായ ആക്ഷൻ എടുക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ പോയി കഞ്ചാവ് നടുക, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ചെയ്യരുത്. അതൊരു വലിയ ഫെയിൽ RP ആയിട്ട് കണക്കാക്കുന്നതാണ് ഈ സിറ്റി. നിങ്ങൾ ഏതെങ്കിലും ഒരു ഫൈറ്റ് അതുപോലെയുള്ള എന്തെങ്കിലും ഒരു പ്രകോപനപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ മറ്റൊരാൾക്കെതിരായിട്ട് നിങ്ങൾക്ക് ഗണ്ണെടുക്കേണ്ട RP പരമായ കാര്യങ്ങൾ വരുമ്പോൾ /RP ഷൂട്ട് എന്നടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നത് പോലെ അയാൾ കയ്യിൽ നിന്ന് ഗണ്ണെടുത്തു നിങ്ങളെ എയിം ചെയ്യുകയാണ്, വെടിവയ്ക്കാൻ തയ്യാറാണ് എന്നുള്ള നിർദ്ദേശം അവർക്ക് കാണാൻ പറ്റും. അപ്പോൾ അവർ അതിനനുസരിച്ച് നിൽക്കേണ്ടതാണ്. ഇപ്പോൾ ഇയാൾ ഇറങ്ങി ഓടിയില്ലേ, അതൊരു ഫെയിൽ RP ആണ്. നോൺ ഫിയർ RP എന്നാണ് ഇതിനെ പറയുന്നത്. രണ്ടോ അതിലധികമോ ആൾക്കാർ ഗണ്ണെയിം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളവിടെ ഫിയർ കാണിക്കണം. ഫിയർ കാണിച്ചില്ലെങ്കിൽ അത് ഏറ്റവും വലിയ ഫെയിൽ RP ആണ്. അതാണ് നോൺ ഫിയർ RP. അത് വളരെ വലിയൊരു തെറ്റാണ്. നിങ്ങൾ അമാനുഷികനല്ല. നിങ്ങൾ അവിടെ ഫിയർ കാണിച്ചേ പറ്റൂ. നിങ്ങളുടെ സിറ്റുവേഷനിൽ ഇതുപോലെ അയാൾ ഫിയർ കാണിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്ത് /RP ഷൂട്ട് അടിച്ച് അയാളെ കൊല്ലാം. എന്നിട്ട് /report ID അടിച്ചിട്ട് നോൺ ഫിയർ RP എന്ന ടൈപ്പ് ചെയ്താൽ അഡ്മിൻസ് അയാൾക്ക് അതിനനുസരിച്ചുള്ള ശിക്ഷകൾ നൽകുന്നതാണ്. മെറ്റാ ഗെയിമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഔട്ട് ഓഫ് ക്യാരക്ടറായിട്ടുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഇൻ ഗെയിമിലെ കാര്യങ്ങളല്ലാതെ നമ്മുടെ വെളിയിലുള്ള കാര്യങ്ങൾ ഇൻ ഗെയിമിൽ RPയിൽ യൂസ് ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? അതായത് ഇൻ ഗെയിം RPയിൽ നമ്മൾ കളിക്കുമ്പോൾ ഇൻ ഗെയിമിലെ ക്യാരക്ടറായിട്ട് തന്നെ കളിക്കണം. ഔട്ട്സൈഡായിട്ടുള്ള ഒരു കാര്യങ്ങളും നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. അതാണ് മെറ്റാ ഗെയിമിംഗ് എന്ന് പറയുന്നത്. അത് ഇൻ ഗെയിമിൽ പല രീതിയിലുണ്ട്. അതിൻ്റെ ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ NGRP സ്ട്രീം ചെയ്യുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്. ഒന്നാമത്തെ ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഇതേ കണക്കുള്ള യൂട്യൂബേഴ്സിന് യൂട്യൂബിൽ ലൈവ് കണ്ടിട്ട് അവരുടെ അടുത്ത് പോവുക, അങ്ങനെയുള്ള കാര്യങ്ങളും അവരുടെ ലൈവ് കണ്ടിട്ട് അതുപയോഗിച്ച് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ഇൻ ഗെയിമിൽ വന്നിട്ട് അവരോട് പോയിട്ട് ബിഗ് ഫാൻ ബ്രോ അങ്ങനെ ഒരുപാട് പേര് പറഞ്ഞിട്ട് അത് ചെയ്യാൻ പാടില്ല. അത് ചെയ്യുന്ന മെറ്റാ ഗെയിമിങ്ങാണ്.
അവരോട് പോയിട്ട് ബ്രോ നിങ്ങളുടെ ബിഗ് ഫാനാണ്, ഒരു സ്ട്രീം കാണാറുണ്ട്, വലിയ ബിഗ് ഫാനാണ്, ഇത്തിരി ക്യാഷ് തരുമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് പോയി കഴിയുമ്പോൾ അവരവിടെ ഒരു RP സിറ്റുവേഷൻ നടക്കുന്ന സമയത്ത് നിങ്ങൾ ചെന്നിട്ട് അവിടെ RP കൊളാക്കുന്ന ഒരു രീതിയിലാണ് അത് പോകുന്നത്. അതുകൊണ്ട് ദയവായി ആരും അത് ചെയ്യാൻ പാടില്ല. അതൊരു മെറ്റാ ഗെയിമിംഗ് ആണ്. ഓക്കെ. അതുപോലെ തന്നെ /G എന്ന് പറയുന്നത് ഒരു ഓസി ചാറ്റാണ്. ഓട്ടോ ക്യാരക്ടറായിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ളതാണ് /G. അവിടെ നിങ്ങൾ ഇൻ ഗെയിമിനായിട്ട് നിങ്ങൾക്ക് വേറൊരാളെ വിളിക്കണം. അയാളോട് എന്തെങ്കിലും ഫോൺ വിളിച്ച് സംസാരിക്കാനുള്ള കാര്യങ്ങൾ, അതായത് എന്നെ ഒന്ന് വിളിക്കാമോ ബ്രോ, ഞാൻ ഇവിടെ നിൽക്കുന്നു, എന്നെ ഒന്ന് വണ്ടി കൊണ്ടുപോകാമോ ബ്രോ ഇവിടെ നിൽക്കുന്നു, ഞാൻ വന്ന് വണ്ടിയിലെടുക്കാം, ബ്രോ ഇപ്പോൾ എവിടെയുണ്ട്, ബ്രോ ഇപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അങ്ങനെയുള്ള ഇൻ ഗെയിമിൽ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോൺ വിളിച്ച് സംസാരിക്കുക, അല്ലെങ്കിൽ SMS അയക്കുക. അത് ഒരിക്കലും /G ഇടരുത്. /G എന്ന് പറയുന്നത് ഔട്ട് ഓഫ് ക്യാരക്ടറുള്ള കാര്യങ്ങളാണ്. പവർ ഗെയിമിംഗ് എന്ന് പറഞ്ഞാൽ മെയിൻലി എന്ന് പറയുന്നത് നിങ്ങളുടെ പവർ അബ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളൊരു പോലീസുകാരനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പവറുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ടേസ് ചെയ്യാനുള്ള പവറുണ്ട്, കഫ് ചെയ്യാനുള്ള, ഡ്രാഗ് ചെയ്യാനുള്ള പവറുണ്ട്. നിങ്ങൾ ആവശ്യമില്ലാതെ ഒരാളെ ചെന്നിട്ട് ചെയ്യുക, ടേസ് ചെയ്ത് കഫ് ചെയ്ത് ഡ്രാഗ് ചെയ്യുക, അങ്ങനെയുള്ളതൊന്നും ചെയ്യാൻ പാടില്ല. അത് നിങ്ങളുടെ ഫാക്ഷൻ അബ്യൂസും പവർ ഗെയിമിംഗ് ആണ്. അതുപോലെ EMS വെറുതെ പോയിട്ട് ഒരാളെ ഇടിച്ചിട്ട് കൊന്നിട്ട് അയാളെ റിവൈവ് ചെയ്യുക, അതുപോലെയുള്ള നിങ്ങൾക്ക് ഉള്ള പവറുകൾ നിങ്ങൾ ഓരോ ഫാക്ഷനിലോ എന്തെങ്കിലും കയറി നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഗ്യാങ്ങിലുള്ള പവർ, ഇതുപോലുള്ള നിങ്ങൾക്കുള്ള പവറുകൾ മിസ്യൂസ് ചെയ്ത് ഓവർ പവർ ചെയ്യുന്നത് പവർ ഗെയിമിംഗ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾ ഇൻ ഗെയിം ക്യാരക്ടറായിട്ടുള്ള ഇതിൽ തന്നെ ചെയ്യുക. നിങ്ങൾ അതുമാനുഷികന്മാരല്ല. ന്യൂ ലൈഫ് റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മൾ നോക്കായെന്ന് വെച്ചോ, ഇതുപോലെ നോക്കായെന്നുണ്ടെങ്കിൽ നമുക്ക് 2 രീതിയിൽ ഇത് മാറും. ഒന്നെന്ന് പറയുന്നത് നമ്മളെ EMS വന്നിട്ട് എടുത്തുകൊണ്ട് പോയി റിവൈവ് ചെയ്ത് ഹോസ്പിറ്റലിൽ സ്പോൺ ആവുന്നതും, രണ്ടാമത്തേന്ന് പറയുന്നത് നമ്മൾ അസറ്റ് ഡെത്തടിച്ച് പോകുന്നതുമാണ്. ഒന്നാമത്തത് നമ്മൾ EMSനെ കാൾ ചെയ്തിട്ട് അവരെ വിളിച്ച് വരുത്തി അവർ നമ്മളെ കൊണ്ടുവന്ന് എടുത്തുകൊണ്ട് പോയി റിവൈവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പഴയ കാര്യങ്ങളെല്ലാം ഓർമ്മ കാണും. അത് നോർമലാണ്, നമ്മളവിടെ രക്ഷപ്പെട്ടു. അല്ലാതെ നമ്മൾ അവിടെ കിടന്നിട്ട് നമ്മൾ ബ്ലീഡ് ഔട്ടായി ചാവുകയോ അസറ്റ് ഡെത്തടിച്ച് ചാവുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോകണം. അതിന് മുമ്പുള്ള 30 മിനിറ്റ് മുമ്പുള്ള വരെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അവിടെ മറന്നു പോകും. നമ്മുടെ 30 മിനിറ്റിന് മുമ്പ് വരെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മറന്നു പോകും. അതാണ് ന്യൂ ലൈഫ് റോള്. ഇങ്ങനെ അസറ്റ് ഡെത്തടിച്ച് കഴിഞ്ഞാൽ അതിന് 30 മിനിറ്റ് മുമ്പുള്ള കാര്യങ്ങളുടെ സിറ്റുവേഷനിൽ നമ്മൾ ഇടപെടാൻ പാടില്ല. അതാണ് ന്യൂ ലൈഫ് റോള്. അത് നിങ്ങൾ തീർച്ചയായും ഫോളോ ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. നിങ്ങൾ വണ്ടി കൊണ്ട് പോകുമ്പോൾ ഏതെങ്കിലും ഒരാൾ റോഡിൽ കൂടെയോ അങ്ങനെയെങ്കിലും നടന്നു പോകുമ്പോൾ വെറുതെ പോയി അയാളെ ഇടിച്ച് കൊല്ലുന്നതിനെയാണ് വെഹിക്കിൾ ഡെത്ത് മാച്ച് എന്ന് പറയുന്നത്, അഥവാ BDM. അങ്ങനെ ചെയ്യുന്നത് ഒരു ഫെയിൽ RP ആണ്. അത് ചെയ്യാൻ പാടില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ, നിങ്ങളെ ആരെങ്കിലും ചെയ്താൽ /report അയാളുടെ ID VDM എന്നടിച്ചു കഴിഞ്ഞാൽ അഡ്മിൻസ് അതിനനുസരിച്ചുള്ള ശിക്ഷ നൽകുന്നതാണ്. വെഹിക്കിൾ ഡെത്ത് മാച്ചിൻ്റെ വേറൊരു രൂപമാണ് DM അഥവാ ഡെത്ത് മാച്ച്. യാതൊരുവിധ RP സിറ്റുവേഷനോ ഒരു പ്രകോപനമോ RP പരമായ ഒരു സിറ്റുവേഷനോ ഇല്ലാതെ ആരെയും നിങ്ങൾ വെടിവെച്ച് കൊല്ലരുത്. അങ്ങനെ ചെയ്യുന്നത് വളരെ വലിയൊരു ഫെയിൽ RP ആണ്. അതിനെ ഡെത്ത് മാച്ച് എന്ന് പറയും. അത് ആരും ചെയ്യരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, നിങ്ങളെ ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ /report സ്പേസ് ഇട്ടിട്ട് അയാളുടെ ID സ്പേസ് ഇട്ടിട്ട് DM എന്നിട്ട് കഴിഞ്ഞാൽ അഡ്മിൻസ് ആ റിപ്പോർട്ട് എടുക്കുകയും അയാളെ ജയിലിലാക്കുകയും അയാൾക്ക് ഒരു ഡെത്ത് മാച്ച് വാണിങ്ങും കൊടുക്കും. ഡെത്ത് മാച്ച് വാണിങ് 5 എണ്ണം കിട്ടിക്കഴിഞ്ഞാൽ ബാനാണ് കിട്ടുന്നത്. ബാൻ നിങ്ങളിപ്പോൾ നോക്കിക്കോ, ഞാൻ റിപ്പോർട്ട് അടിക്കുന്നതുണ്ടോ, /report എന്നെ അടിച്ച 2 പേരുടെ ID 40 27 2 പേരുടെ IDയും അടിച്ചിട്ട്
സ്പേസ് ഇട്ടിട്ട് DM എന്ന് ഞാൻ അടിക്കും. താഴെ അതിൻ്റെ ഫോർമാറ്റ് കൊടുക്കുകയാണ് /report ID DM. അങ്ങനെ അടിച്ചു കൊടുക്കുമ്പോൾ അത് അഡ്മിൻസിന് എത്തിച്ചേരും. ഓൺലൈനിലുള്ള എല്ലാ അഡ്മിൻസിനും ഈ റിപ്പോർട്ട് ചെല്ലുന്നതാണ്. ഇപ്പോൾ ഒരു അഡ്മിൻ പ്രത്യക്ഷപ്പെട്ടതുണ്ടോ, ആ ഒരു അഡ്മിൻ നിങ്ങളുടെ റിപ്പോർട്ട് എടുത്തിട്ട് വന്ന് ചെക്ക് ചെയ്യും. അവിടുത്തെ സംഭവം എങ്ങനെയാണ്, അതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് നോക്കും. എന്നിട്ട് കുറ്റക്കാർക്കെതിരായിട്ട് ആക്ഷൻ എടുക്കും. അവരെ ആദ്യം ചെയ്യുന്നത് ജയിലിലിട്ട് വാണിംഗ് കൊടുക്കുക എന്നതാണ്. ഡെത്ത് മാച്ച് വാണിംഗ് എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. ഓരോ തവണ ഇങ്ങനെ ചെയ്യുമ്പോഴും ഡെത്ത് മാച്ച് വാണിംഗ് കൊടുക്കും. ഇതുപോലെ 5 വാണിംഗ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ബാനാണ്. അങ്ങനെ ബാൻ കിട്ടി 3 ദിവസം കഴിഞ്ഞിട്ട് അൺബാനായിട്ട് വീണ്ടും ഇതേ സിറ്റുവേഷൻ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് പെർമനൻറ്റ് IP ബാൻ കിട്ടുന്നതാണ്. കിൽ ഓൺ സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും സിറ്റുവേഷനിൽ ഒരാളെ വെടിവെച്ച് കൊല്ലേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കൊല്ലുക എന്ന് പറഞ്ഞാൽ നിങ്ങളവിടെ നോക്കാക്കി ഇടുക എന്ന് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഇതുപോലെ വൗണ്ടഡ് ആക്കി ഇടാം, അല്ലാതെ ഫുൾ ഫിനിഷ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഒരാളുമായിട്ടൊരു സിറ്റുവേഷൻ നടക്കുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഇതേപോലെ നോക്കാക്കി ഇടാനേ ചാൻസ് ഉള്ളൂ. അല്ലാതെ ഫുൾ ഫിനിഷ് ആക്കി കഴിഞ്ഞാൽ അത് കിൽ ഓൺ സൈറ്റ് എന്നുള്ള ഇതിൽ വരും, നിങ്ങൾക്ക് ജയിൽ കിട്ടും. ഓക്കെ, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇത് ഇൻ ഗെയിം ക്യാരക്ടറിൽ ചെയ്യാൻ പാടില്ല. OC ആയിട്ട് ചെയ്യാൻ പറ്റും, അത് പോയിന്റിൽ മാത്രമാണ് KOS ചെയ്യാൻ പറ്റുന്നുള്ളൂ. റിയൽ ലൈഫിൽ നമ്മൾ കാണുന്നില്ലേ ഒരുപാട് നിയമങ്ങൾ, അതുപോലെയാണ് സാമ്പിൾ ഓരോ റൂൾസ് കൊണ്ടുവരുന്നത്. നമ്മുടെ സുഗമമായിട്ടുള്ള റോൾ പ്ലേ കളിക്കാനായിട്ട് നമുക്ക് ഈ റൂളുകൾ ഫോളോ ചെയ്തേ പറ്റും. ഈ റൂളുകൾ പാലിക്കുന്നെങ്കിൽ നമുക്ക് വളരെ നല്ല രീതിയിൽ നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് റോൾ പ്ലേ കളിക്കാൻ കഴിയും.